എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യലി കുറഞ്ഞു വരുന്ന കേന്ദ്രവിഹിതം അടക്കം ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകുന്നു എന്ന് ആമുഖത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഹാഷ്മി, സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു. ഒപ്പം തന്നെ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുമില്ല. അതായത് വായ്പ അതിനകത്തിൽ എന്തൊക്കെയാണെന്ന് വിശദാംശങ്ങളിലേക്ക് ആമുഖത്തിൽ പോകുന്നില്ലെങ്കിൽ കൂടി വായ്പയുടെ കാര്യത്തിൽ വെട്ടിക്കുറച്ചു. അത് കിഫ്ബി വായ്പയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വിതരണത്തിന് വേണ്ടി എടുത്ത വായ്പകളും ഒക്കെ തന്നെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്ന് കുറവ് വരുത്തുകയും ചെയ്തു. അപ്പോൾ പൊതുപടിയിൽ നിന്ന് എടുക്കാവുന്ന കടത്തിന്റെ പരിധി കൃത്യമായി കുറയുകയും ചെയ്തു. അപ്പോൾ പ്രതീക്ഷിച്ചൊരു വരുമാനം ഉണ്ടായില്ല. അത് പൊതു സാമ്പത്തികതയെ ദുർബലപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യമാണ് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ കേന്ദ്രവിഹിതം കുറഞ്ഞ കാര്യത്തെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞ കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പൂച്ചപറ്റ് കിടക്കുന്ന ഖജാന എന്നുള്ളതായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആ സമയത്തെ ആരോപണം. അത് പിന്നെ അതിനുശേഷം 5000 കോടി നീക്കിയിരിപ്പുള്ളതുകൊണ്ട് പൂച്ചപറ്റ് കിടക്കുന്നതല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കെ എൻ ബാലഗോപാലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീക്കിയിരിപ്പ് എത്രയാണ് എന്ന് പറയുന്നത് ഒരു ധവളപത്രത്തിന് ഉദ്ദേശമാണോ എന്നറിയില്ല. പക്ഷെ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സൂചന ഉണ്ടോ ധവളപത്രത്തിൽ? അതോ പ്രതിപക്ഷ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചപറ്റ് കിടക്കുമായിരുന്നോ ശ്രീജിത്ത്? കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഈ പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ അതിൽ 5000 കോടിയോളം രൂപ ബാക്കിയുണ്ടായിരുന്നു എന്നാണ് മുൻ ധനമന്ത്രിയായിരുന്ന കെ എൻ ബാലഗോപാലിന്റെയും LDFന്റെയും ഒക്കെ അവകാശവാദം. 5000 കോടി ട്രഷറി മിച്ചമുണ്ട് എന്ന് പറയുമ്പോഴും 5000ന്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള ബാധ്യതകൾ അപ്പോൾ തന്നെ സർക്കാരിനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കരാറുകാർക്കുള്ള വിഹിതം നൽകാനുള്ളത്, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായി പണമെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുപണിയിൽ നിന്ന് കടമെടുത്ത് അടക്കമുള്ള തുകയിൽ ബാക്കി വന്ന തുകയും അതിനകത്തുണ്ട്. ഏപ്രിൽ മാസത്തിൽ 10,000-ൽ പരം കോടി രൂപയുടെ പൊതുവായ്പയാണ് വിപണിയിൽ നിന്ന് സർക്കാർ എടുത്തത്. അപ്പോൾ വായ്പ എടുത്ത പണം അടക്കമുള്ള കാര്യങ്ങളാണ് ട്രഷറി മിച്ചമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നായിരുന്നു UDF ഉന്നയിച്ച രാഷ്ട്രീയ മറുപടി. അതിനോട് ഏതാണ്ട് യോജിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ധവളപത്രത്തിലും ഉണ്ട് എന്നാണ് നമുക്ക് ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാക്കാം. The status report does not seek to alarm. It seeks to inform Kerala's challenges are real, but they are not unique, nor are they beyond the capacity of the energetic, reform-minded government to address. പ്രശ്നമുണ്ട്, ഗുരുതരമാണ് പ്രശ്നം. പക്ഷേ അതൊരു അപരിഹാര്യമായ പ്രശ്നമല്ല, നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് എന്നുകൂടി പറയുന്നുണ്ട് ധവളപത്രം. ശ്രീജിത്ത്, സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെങ്കിലും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തിയാൽ, വരുമാനം വർദ്ധിപ്പിച്ചാൽ, മറ്റ് ചെലവ് ചുരുക്കൽ പോലുള്ള നടപടികൾ സ്വീകരിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പരിഹരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഉള്ളത് എന്ന കാര്യമാണ്, എന്നൊരു ശുഭപ്രതീക്ഷയാണ് ഈ ധവളപത്രം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെങ്കിലും അതിനെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്, പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ കൂടി വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളാണ് ഈ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ശമ്പളം, പെൻഷൻ എന്നിവ സ്ഥിരബാധ്യതയാണ് എന്നതുകൂടി പറയുന്നുണ്ട് ഈ ധവളപത്രത്തിൽ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇനിയുള്ള പദ്ധതികൾ ഈ സർക്കാരിന് മുന്നിലുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണല്ലോ ശ്രീജിത്ത്. അപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുണ്ട്, പ്രത്യേകിച്ചും ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ജനകീയമായ പ്രഖ്യാപനങ്ങളുണ്ട്. അവയ്ക്കൊക്കെയും തുക കണ്ടെത്തേണ്ടതുണ്ട്. അതാകട്ടെ സമീപ ഭാവിയിൽ തന്നെ ആരംഭിക്കേണ്ടതുമാണ്. അപ്പോൾ നിലവിലുള്ള ബാലൻസ് വെച്ച് ഇതിനെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയില്ലേ? അസിത, ധവളപത്രം എപ്പോഴാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ഒരു ഭരണപരമായ നടപടിയുടെ പ്രാധാന്യമുണ്ട്. ബജറ്റ് ജൂൺ 19-നാണ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശനായിരിക്കും ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പാണ് ഇത്തരമൊരു ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നത്, പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. ബജറ്റ് സ്വീകരിക്കാൻ പോകുന്ന കർശനമായ നടപടികൾക്ക് ഒരു ആമുഖം എന്ന നിലയ്ക്ക് വേണം നമ്മൾ ഈ ധവളപത്രത്തെ കാണാൻ. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ കാണുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടി എന്ന് പറയുമ്പോൾ വരുമാനം കൂട്ടുകയല്ലാതെ മറ്റൊരു മാജിക് സ്റ്റിക്കും ഒരു ധനമന്ത്രിയുടെയും കയ്യിലില്ല. എന്നാൽ നികുതി അധികാരങ്ങൾ GST വന്നതോടെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അപ്പോൾ സംസ്ഥാനത്തുള്ള നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ നോൺ ടാക്സ് വർദ്ധിപ്പിക്കാൻ തന്നെ അല്ലെങ്കിൽ GST പിരിവ് ഊർജിതമാക്കാൻ ഇറങ്ങിയാൽ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും സർക്കാരിന് മുന്നിലും ഉരുണ്ടുകൂടും. അപ്പോൾ സർക്കാർ എന്തെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർശനമായ നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ വർഷം തന്നെ ചെയ്യണം എന്നുള്ള നിലയ്ക്കാണ് അത്തരമൊരു രാഷ്ട്രീയ കൗശലം കൂടി ഈ ധവളപത്രത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ബജറ്റ് മുന്നോട്ട് വെക്കാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ബജറ്റ് ഏറ്റെടുക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് ഒരു ആമുഖം എന്ന നിലയ്ക്കും അതിനുള്ള വരുമാനം കണ്ടെത്തുള്ള പണം കണ്ടെത്തുള്ള നടപടി എന്ന നിലയ്ക്കുമാണ് ഈ ധവളപത്രത്തെ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള വലിയ തോതിൽ സാമ്പത്തിക ചെലവ് വരുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഈ ബജറ്റിലുണ്ടാകും. അതിനൊരു ആമുഖമായിട്ട് വേണം ഈ ധവളപത്രത്തെ കാണാൻ. ഇതിൽ പറയുന്നുണ്ട് ഇയർ എൻഡ് ക്യാഷ് ബാലൻസ് ഓഫ് 6,322 കോടി ഇൻ മാർച്ച് 2026 മൈറ്റ് സജസ്റ്റ് ദ സ്റ്റേറ്റ് ഈസ് ഫിനാൻഷ്യലി കംഫർട്ടബിൾ. പക്ഷെ 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദ ബാലൻസ് ഹാഡ് ഫാളൻ ടു 2,212 കോടിയെ ഇടിഞ്ഞു. 6,322 കോടിയാണ്. നേരത്തെ ശ്രീത്ത് പറഞ്ഞ ഈ പറയുന്ന കടം കൊടുക്കാനുള്ള കോടികൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്റർവെൻഷനുള്ള കൊടുക്കേണ്ട സിവിൽ സപ്ലൈസ് കൊടുക്കേണ്ട കോടികൾ കൊടുത്തു കഴിയുമ്പോഴായിരിക്കണം അതങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടാവുക. ശ്രീജിത്ത്, ഇതിൽ ഉറപ്പായും സഭയിൽ ധവളപത്രം വരുന്നതിന് മുൻപ് തന്നെ അത് രാഷ്ട്രീയാരോപണ പ്രത്യാരോപണങ്ങൾ കടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷം അവിടെ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണെങ്കിലും ധവളപത്രം അടിമുടി എതിർക്കാൻ പോകുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നില്ലേ ധവളപത്രത്തിന് മുന്നേ ഉയർന്ന എതിർപ്പ്? സുജിത്ത്, കാശ്മീർ ധവളപത്രത്തെ രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളത് LDFന് അത് എതിർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കൈകാര്യം ചെയ്ത കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഗുരുതരാവസ്ഥയിലാണ് എന്നൊരു ധവളപത്രം പൊതുമണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ എതിർത്തില്ലെങ്കിൽ അത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വിവേകം എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ LDFനുണ്ടാകും. മാത്രമല്ല സാമ്പത്തികാവസ്ഥ സുസ്ഥിരമാണ് എന്നുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങൾ തള്ളുന്നൊരു മാൻഡേറ്റാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നടത്തിയിരിക്കുന്നതും. അപ്പോൾ ഈ കാര്യങ്ങൾ അതല്ല വസ്തുത എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കൊണ്ട് വേണം അടുത്ത 5 വർഷത്തിനപ്പുറത്തേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് LDFന് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ക്യാമ്പയിനെ ആദ്യം തന്നെ തീരുമാനിച്ചു. അതാണ് ഇന്ന് നമ്മൾ രാവിലെ പുറത്തുവിട്ട വാർത്ത. ബദൽ ധവളപത്രം ഇറക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നു, CPIM തീരുമാനിച്ചിരിക്കുന്നു എന്നത്. ഈ ധവളപത്രത്തിലെ ഓരോ ഖണ്ഡികയ്ക്കും അക്കമിട്ടുള്ള മറുപടി അടങ്ങുന്ന ഒരു ധവളപത്രം വൈകാതെ തന്നെ LDFും പുറത്തിറക്കാൻ പോകുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ശ്രദ്ധേയമായ പരാമർശങ്ങൾ ഈ ധവളപത്രത്തിലുണ്ട്. അത് ഈ പറയുന്നത് പോലെയാണ്. കേരള ഹാസ് ബീൻ വയലേറ്റിംഗ് ദ ബേസിക് ടെനന്റ് ഓഫ് borrow to invest, growth will repay in a big way, weakening the growth and generating capacity. അതായത് കടമെടുത്ത് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക വളർച്ച പോലും തിരിച്ചടയ്ക്കുക എന്ന ധനകാര്യ തത്വത്തിന്റെ അടിസ്ഥാന ധനകാര്യ തത്വത്തിന്റെ ലംഘനം നടത്തിക്കൊണ്ടാണ് കേരള കഴിഞ്ഞ കുറേ കാലമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് ഈ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കടമെടുക്കുന്ന പണം മൂലധന ചെലവിനല്ല മറിച്ച് മറ്റു കാര്യങ്ങൾക്കാണ് പോകുന്നത് എന്ന കാര്യവും ഈ ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. കടമെടുക്കുന്ന പണം മൂലധനത്തിൽ നിക്ഷേപിക്കുക, മൂലധന ചില ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കുക, അത് കടമെടുത്തതിനെ റീപേ ചെയ്തോളും എന്നുള്ള ഒരു കൺസെപ്റ്റ് സാധാരണ കടമെടുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. പക്ഷേ അതിവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നേരത്തെ പ്രതിപക്ഷത പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ധവളപത്രത്തിൽ അത് കൃത്യമായി തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് LDFന് അക്കാര്യത്തിൽ പറയാനുള്ളത്, അതിൻ്റെ ബാക്കി വശങ്ങൾ എന്താണ്? അതേസമയം 6,322 കോടി രൂപ നീക്കിയിരിപ്പായി ഉണ്ടായിരുന്നു. 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അത് 2,212 താന്നു എന്ന കാര്യവും ആ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ഒരു 192 പേജാണ്. അതെല്ലാവരും മൊത്തത്തിൽ വായിച്ചു വരുന്നേ ഉള്ളൂ. എന്തായാലും എന്താണ് ധവളപത്രത്തിന്റെ ഒരു നക്ഷൽ എന്ന് പിടിയിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ധവളപത്രത്തിന്റെ രത്ന ചുരുക്കം എന്നുള്ളത് മനസ്സിലാക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം നഷ്ടമൊക്കെ അതിൽ പരാമർശിച്ചു പോകുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.